ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ ആലപ്പുഴയിൽ നിന്നും. സാധാരണ ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈവറുടെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ കണ്ണാടി എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിക്കാലം ഓർമ്മയുണ്ടാവും. ഈ ബോട്ട് ഓടിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വരികയും ബസ് ഓടിക്കുന്ന പോലെ ആക്സിലേറ്റർ ക്ലച്ചൊക്കെ ചവിട്ടി ഗിയറൊക്കെ മാറ്റി ഓടിക്കുന്ന പോലെയാണ്. അങ്ങനെയല്ല, ഒന്നതിൻ്റെ നമ്മുടെ ഈ സ്റ്റിയറിംഗ് തന്നെ നോക്കൂ, വളരെ വ്യത്യാസപ്പെട്ട ഒരു സ്റ്റിയറിംഗ് ആണ്. മാത്രമല്ല, ഈ ചേട്ടൻ്റെ ആക്സിലേറ്റർ എവിടെയാണെന്ന് ഞാൻ കുറച്ചു കണ്ട് നോക്കുക, കാണുന്നില്ല. ബോട്ടിന് ഡ്രൈവറിന് സ്റ്റാങ്ക് എന്ന് പറയും. ഇനി പുറകിലൊരാളുണ്ടല്ലോ, അതാണ് ഡ്രൈവർ. അതായത് ബോട്ടില് ഡ്രൈവർ മുമ്പിലല്ല, ഡ്രൈവർ പുറകിലാണ്. മുമ്പിലിരിക്കുന്ന ആളുടെ പേര് സ്ട്രാങ്ക് എന്നാണ്. സ്ട്രാങ്ക് എങ്ങനെ പിന്നെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നൊരു ചോദ്യം. അടിക്കുന്ന ബെല്ലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതാണ് ബെല്ല്. ബെല്ലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡ്രൈവർ പണിയെടുക്കുന്നത്. ഇപ്പം ഒരു സിംഗിൾ ബെല്ല് അടിച്ചു. സിംഗിൾ ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ പതുക്കെ പോവുക, പിന്നെ ഒരു സിംഗിൾ അടിച്ചു കഴിഞ്ഞാൽ ന്യൂട്രലാക്കുക, പിന്നെ റിവേഴ്സ് എടുക്കുക. ബ്രേക്ക് റിവേഴ്സ് ആണ്. അപ്പൊ നോക്കൂ, ഇതാണ് സ്ട്രാങ്ക്. സ്ട്രാങ്കിനാകെ നിയന്ത്രിക്കേണ്ടത് ഒരു സ്റ്റിയറിംഗും ഉണ്ട്, ബെല്ലടിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചല്ലോ. അപ്പോൾ സ്ട്രാങ്കിനെ കണ്ടു, ബോട്ട് മാസ്റ്ററെ കണ്ടു, ഇനി ഒരാളെ കൂടെ കാണണം. അങ്ങനെ ചേട്ടാ എങ്ങോട്ട് പോകുന്നു? ആലപ്പുഴയ്ക്ക് പോകാം. എങ്ങനെയാ മണ്ഡലത്തിലേക്ക് രാഷ്ട്രീയാവസ്ഥയൊക്കെ? ഞങ്ങള് മാവേലിക്കരയാണ്, ആലപ്പുഴയല്ല മാവേലിക്കരയാണ്. അവിടെ സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷ് സാധ്യതയുണ്ടോ ഇത്തവണ? പിന്നെന്താ ഉണ്ട്. എം പി എല്ലാവർക്കും അറിയാം, മണ്ഡലത്തിൽ സുപരിചിതനാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വലിയ പങ്കെടുക്കുകയും ചെയ്യുന്ന ആണ്, വളരെ സാന്നിധ്യമുണ്ട്. ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴൊന്നും കാണത്തില്ല. നമുക്ക് ബോട്ട് സൗകര്യം മാത്രമേ ഉള്ളൂ, യാത്രാ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കുറേ ഇത്രയും പ്രദേശങ്ങൾക്ക് നമുക്ക് വേറെ യാത്രാ സൗകര്യമൊന്നും ഇല്ല. എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ഡോക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ബോട്ടൊന്നും തിരിച്ചിറങ്ങുന്നില്ല. ഒരു ബോട്ടിനെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ നമ്മൾ മണിക്കൂറോളം ബോട്ടിൽ ഇരിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകാനേ താല്പര്യമില്ല. ആർക്ക് ചെയ്താലും നമ്മുടെ ഇതൊക്കെ തന്നെയാണ്. ആലപ്പുഴയിലാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, നെഹ്റു ട്രോഫി ആലപ്പുഴയിൽ AC ജയിക്കാനാ സാധ്യത. ഓ ഒക്കെ അങ്ങനെ നടക്കും. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പല മണ്ഡലങ്ങളിൽ നിന്ന് വരുന്നത്. ആലപ്പുഴയുടെയും മാവേലിക്കരയുടെയും ഇടയ്ക്കുള്ളൊരു സ്ഥലത്താണ് ശരിക്കും നമ്മളിപ്പോൾ ഈ ബോട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല മത്സരത്തിലുള്ള സാധ്യതയുണ്ട്. മാവേലിക്കരയിലും കടുത്ത മത്സരമാണ്, ആലപ്പുഴയിലും കടുത്ത മത്സരമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡ്രൈവർ ഇദ്ദേഹമാണ്. ആ ഡ്രൈവർ മുമ്പിലിരിക്കുന്നത് സ്ട്രാങ്ക്, പുറകിലിരിക്കുന്നത് ഡ്രൈവർ. അപ്പോൾ നമ്മൾ യാത്രക്കാരെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ചേട്ടൻ അവിടെ നിന്ന് ഒരു ബെല്ലടിക്കുമ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും? ന്യൂട്രലായി. ഒരു ബെല്ലും മേടിച്ചാൽ ഇപ്പോൾ ഈ ബെല്ലെന്താ? റിവേഴ്സ് പോകാനാണ് അടിക്കുന്നത് അല്ലേ? അപ്പോൾ എത്ര ഈ ഫ്രണ്ടിലേക്ക് പോകും, റിവേഴ്സും പോകും, ന്യൂട്രലും ഉണ്ടാവും. ഈ 3 ബെല്ലുകളാണ് ഉള്ളത് അല്ലേ? നിങ്ങൾ തമ്മിൽ പിണക്കുമ്പോൾ നിങ്ങൾ മാറ്റി ചവിട്ടു? ഇല്ല, അങ്ങനെ പിണക്കമില്ല ഡ്രൈവർ സ്ട്രാങ്ക് തമ്മിൽ അല്ലേ? അപ്പോൾ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ചേട്ടനാണ് വണ്ടിയുടെ വേഗത നിയന്ത്രിക്കുന്നത്. മുമ്പോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്ന് തീരുമാനിക്കും. ഏത് ദിശയിലേക്ക് പോകണോ തീരുമാനിക്കുന്നത് മുമ്പിൽ ഇരിക്കുന്ന സ്ട്രാങ്കാണ്. ടിങ് ടിങ്.